ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാർട്ട് 1 ആയിട്ട് ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ആദ്യം ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പം അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഗ്രിഡ് ലൈൻസ് വരയ്ക്കാവുന്നതാണ്. അപ്പം അറിയില്ലാത്തുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നമ്മൾ ഇതിനകത്ത് ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങുന്ന ഭാഗം നമ്മൾ കണ്ണിൻ്റെ ഒരു ഭാഗത്ത് നിന്നാണ് വരച്ച് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വരച്ചു തുടങ്ങുന്ന സമയത്തും കണ്ണിൻ്റെയൊക്കെ ഭാഗത്ത് വരച്ചു തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതും പിന്നെ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഭാഗമൊക്കെയാണ് കണ്ണ്, മൂക്ക്, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലും അതൊന്ന് വരച്ച് ക്ലിയർ ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഔട്ട്ലൈൻ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ ഒന്ന് ഡാർക്കായിട്ട് വരച്ച് കാണിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഔട്ട്ലൈൻ ചെയ്ത് തീർക്കാനും പിന്നീട് അതായത് നമ്മൾ ആദ്യം ഒരു ചെറിയ ഔട്ട്ലൈൻ ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റിപ്പോയില്ല എന്നൊരു ഉറപ്പുണ്ടല്ലോ പിന്നീട് ഡാർക്കായിട്ട് വരച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പം ആ ഒരു സമയം നമുക്ക് ലാഭിക്കാമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ആദ്യം തൊട്ട് ഔട്ട്ലൈൻ ചെയ്ത് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അത് അതുപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീരെ ലൈറ്റായിട്ട് വരയ്ക്കത്തുള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ ലൈറ്റായിട്ട് വരച്ചിട്ട് പിന്നീട് ഡാർക്കായിട്ട് വരച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും കുറച്ച് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത്. നമുക്കിതിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തീരെ ലൈറ്റായിട്ട് വരയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് ഔട്ട്ലൈൻ നല്ല രീതിയിൽ വരച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് തെറ്റിപ്പോകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ കോളം നോക്കി വരയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത് ഔട്ട്ലൈൻ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ കോളം മാറിപ്പോകാണ്ട് ആ കുളത്തിൽ തന്നെ, അത് നമ്മളിപ്പോൾ കണ്ണ് വരയ്ക്കുവാണെങ്കിൽ ആ കണ്ണിൻ്റെ കുളത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ വരയ്ക്കേണ്ടത്. അല്ലെങ്കിൽ മാറിപ്പോയിട്ട് വേറെ കുളത്തിൽ നമ്മൾ കണ്ണ് വരച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഔട്ട്ലൈൻ ഫുള്ളായിട്ട് തന്നെ മാറിപ്പോകും. അപ്പം ഇപ്പം കണ്ണിൻ്റെ ആ ഭാഗം വരയ്ക്കുവാണെങ്കിൽ കണ്ണ് വരുന്ന ഏത് കുളത്തിലെങ്കിൽ കറക്റ്റ് ആ കോളം ഒന്ന് എണ്ണി എടുത്തിട്ടേ വരയ്ക്കാവുള്ളൂ. ഇപ്പം ഞാൻ കണ്ണ് വരച്ച് തുടങ്ങിയെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ആ കണ്ണിൻ്റെ കോളം മനസ്സിലാക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയേക്കുന്നത്. അപ്പം നിങ്ങളും ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ പിന്നീട് മായിച്ചിട്ട് പിന്നീട് വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഇട്ടേക്കുന്ന ഗ്രിഡ് ലൈൻസൂടെ മാഞ്ഞു പോകും. പിന്നെ അത് പിന്നീട് ആദ്യമായിട്ട് വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് മൊത്തത്തിൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഇങ്ങനെ കയറി നോക്കാവുന്നതാണ്. നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ട്യൂട്ടോറിയലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നുക.
അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആറായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെയൊക്കെ വരയ്ക്കാനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് വരച്ചിട്ട് ഒന്നുകൂടെ തെളിച്ച് വരച്ച് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് മെസ്സേജായിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് വെച്ചതൊക്കെ നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്കും ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല, ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വലിയ താമസിക്കാതെ നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഔട്ട്ലൈൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുക.